ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പോൾ ഇന്നലെ നമ്മുടെ ഷോർട്സ് വീഡിയോയിൽ പറഞ്ഞ പോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുവാണ് കേട്ടോ. വീട്ടിലത്തെ വർക്കും കാര്യങ്ങളും ഒക്കെ ഇന്നലെ ഇതായിരുന്നു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ സിമെൻറ്റിൻ്റെ കുറച്ച് വർക്ക് ഉണ്ട് എന്നൊക്കെ. അപ്പോൾ അതെന്തായിരുന്നു എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ ചാനലിൽ കയറിയിട്ട് ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഇതൊക്കെ അപ്ലോഡ് ചെയ്തതാണ്. എങ്കിലും ഒന്നും കൂടി പറയാം. നമ്മുടെ ടൗണിൽ പോയിട്ട് കുറച്ച് സിമെൻറ്റ് വർക്കിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, പിന്നെ വീട്ടിലേക്കും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി, അങ്ങനെ വീട്ടിലെത്തിയിട്ട് തിരിച്ച് വരുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഇതാ വീട്ടിലേക്ക് സിമൻറ്റ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ആ സിമൻറ്റ് അത് വെച്ചിട്ട് ചെയ്യാനുള്ള ടൂൾസൊക്കെ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചട്ടകം അങ്ങനത്തെ അതൊന്ന് വാങ്ങി. പിന്നെ ഇതിന് വേണ്ടിയിട്ട് പാറപ്പൊടി അങ്ങനത്തെ ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്താണ് വർക്കെന്ന് നോക്കാം. അപ്പോൾ മഴ ആയതുകൊണ്ട് ഞാൻ മറന്നു പോയൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് മഴ കുറച്ച് കുറഞ്ഞപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ഇന്നലെ നന്നായിട്ട് വെയിൽ കിട്ടിയ ആ സമയത്ത് ചെയ്യുന്ന വർക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്നാൽ നമ്മൾ നോക്കാം. അപ്പോൾ ഇതാണ് വീട്ടിൽ നിന്ന് ആ ചട്ടകമൊക്കെ വാങ്ങി. അത്യാവശ്യം നല്ല ഇത് ഏതാണ് നല്ലതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അവിടെയുള്ള കടയുള്ളവരോടും ചോദിച്ചു ഇതിൽ ഏതാ എല്ലാവരും കൊണ്ടുപോകുന്നത്, ഏതാ നല്ലത് എന്നൊക്കെ ചോദിച്ചിട്ട് അവർക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഒരു നല്ലത് തോന്നി ഏതാണെന്ന് വെച്ചാൽ അത് ഞാൻ എടുത്തിട്ടോ. അപ്പോൾ ഇതുമായിട്ട് ജോലി ചെയ്യുന്നവർക്കറിയാം എങ്ങനത്തെയാണ് എന്താണെന്നൊക്കെ. അപ്പോൾ അവർ കമൻറ്റ് ചെയ്യും കേട്ടോ. അത് അറിയുന്നവരാണെങ്കിൽ ചിലർ പറയും, ചിലർ പറയൂല. അപ്പോൾ എനിക്കറിയുന്നത് എന്തായാലും വാങ്ങി. അങ്ങനെ ഞാനിതാ ഒരു ബക്കറ്റൊക്കെ എടുത്തിട്ട് പാറപ്പൊടി എടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ബാലൻസ് ഇവിടെ നിലം ഒരു റൂം ടൈലിട്ടതിൻ്റെ ബാക്കി പാറപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പാറപ്പൊടിയും അതിൽ നിന്ന് കുറച്ച് എടുക്കുകയാണ്. ഒരു അര ബക്കറ്റ് പാറപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുക്കണേ. ഇനിയിപ്പോൾ നിങ്ങളോട് എന്താണെന്ന് കാര്യം പറയാം കേട്ടോ. നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഈ പാരപ്പറ്റ് കെട്ടി അത് വീട് വാർത്ത സമയത്ത് അവരൊരു തൽക്കാലം ലാസ്റ്റ് വർക്ക് ഒന്ന് വെറുതെ തട്ടിക്കൂട്ടി അവരൊന്ന് ചെയ്തു വെച്ച് പോയതാണ് കേട്ടോ. അപ്പോൾ അത് കുറേയൊക്കെ നിന്നു. പക്ഷെ അതിൻ്റെ ഹോളിൽ അതിൻ്റെ ഓസൊക്കെ പൈപ്പൊക്കെ നന്നായിട്ട് ഇട്ട് കൊടുക്കാഞ്ഞിട്ടൊക്കെ ചുമരിലേക്കൊക്കെ വെള്ളം വരിക അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അന്നൊന്നും ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്ക് ഓർമ്മയില്ലായിരുന്നു കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും. അപ്പോൾ ഒരാളെ വിളിക്കണം, അതൊക്കെ ചെയ്യണമല്ലോ. നമ്മളെ കയ്യിൽ അതിനുള്ള എമൗണ്ട് ഒന്നും ഇല്ലല്ലോ. പിന്നെ അപ്പോൾ അതിന് മെനക്കെടാൻ പിന്നെ ആളെ കിട്ടാനും ഭയങ്കര പ്രയാസം. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതങ്ങനെ അവിടെ ഇട്ട് പിന്നെ ഞാൻ വേറെ കുറേ ചുറ്റുപാടിലൊക്കെ അങ്ങനെ ആയിപ്പോയി. അതോടെ ആ വിഷയം അങ്ങനെ വിട്ടു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അത് വീട് വാർപ്പ് കഴിഞ്ഞതിന് ശേഷം കഴിഞ്ഞ വർഷത്തെ മഴേൻ്റെ മുമ്പ് വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. കുറഞ്ഞ അളവിൽ വെള്ളമൊക്കെ ചുമരിലേക്ക് അങ്ങനെയൊക്കെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ ആടും കൂട് ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റോഡ് സൈഡാണ്. അപ്പോൾ റോഡിലൊന്നും വെച്ചിട്ട് അതൊന്നും കട്ട് ചെയ്യാൻ ഇരുമ്പൊക്കെ കട്ട് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പണിക്കാർ പറഞ്ഞപ്പോൾ എന്നാൽ ടെറസിൻ്റെ മുകളിൽ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുമ്പോൾ അതിന് പൊക്കം വെക്കാൻ വേണ്ടിയിട്ട് അവർ കട്ട് ചെയ്യുമ്പോൾ ഒരേ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ട് അതിന് കട്ടയും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ കട്ട വേറെ സെപ്പറേറ്റ് വാങ്ങണ്ടേ, അപ്പോൾ അതിനും നല്ല നീ ഇത് ഈ പാരപ്പറ്റ് കെട്ടി അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് റെഡിയാക്കിക്കോന്ന് പറഞ്ഞു. അങ്ങനെ അവനെ അതിൽ നിന്ന് കുറച്ച് പൊളിച്ചെടുത്തിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോഴാണ് ഇവിടെയൊക്കെ ഹോള് വന്നത്. പിന്നെ ആടും കൂടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇത് ക്ലിയർ ആക്കാനുള്ള ആ വിഷയം ഞാൻ മറന്നു പോവുകയും ചെയ്തു, വിട്ടുപോവുകയും ചെയ്തു. പിന്നെ അങ്ങനെ മോളുടെ കല്യാണമൊക്കെ വന്നപ്പോഴും അതൊന്നും മുഴുവനാക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ ആ കല്യാണമൊക്കെ കഴിഞ്ഞ വർഷത്തെ മഴ അത്യാവശ്യം നല്ല പണി തന്ന്. അപ്പോൾ ഇത് മുഴുവനാക്കാനും പറ്റിയില്ല. കയ്യിൽ എമൗണ്ടുമില്ല. ഇനിയിപ്പോൾ ഒരാളെ വിളിച്ച് നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ കല്യാണത്തിൻ്റെ പിന്നെ പൈസയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് നമ്മളെ വീടിൻ്റെ പണി മിനിക്കാൻ നിന്നാൽ എല്ലാവരും പറയും പിന്നെ നമ്മളെ പൈസ തരാണ്ട് അവളെ വീട് നന്നാക്കാൻ ഇരുന്ന് എന്ന് പറയും. അപ്പോൾ അത് കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അത് അങ്ങനെ തന്നെ വിട്ട് വെച്ച്
എന്നാലും അത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ അവിടെ കട്ട എടുത്ത ഭാഗം നേരെ താഴെ കിച്ചണിൻ്റെ സൈഡാണ്. അപ്പോൾ കിച്ചണിൻ്റെ ആ ഉള്ളിലേക്ക് അത്യാവശ്യം നന്നായിട്ട് ആ പെയ്ത മഴയുടെ വെള്ളം മൊത്തം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെയൊക്കെയോ സഹിച്ചു. അപ്പോൾ ഈ പ്രാവശ്യം അത് കഴിഞ്ഞ പ്രാവശ്യം ഞാനത് ആരെങ്കിലും വിളിച്ചിട്ട് അടുത്ത മഴ ആകുമ്പോഴത്തേന് നന്നാക്കണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അതിന് പറ്റിയില്ല. അപ്പം ഞാൻ എൻ്റേതായ ഒരു തട്ടിക്കൂട്ടൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട്. ഇവിടെ ആദ്യം ആടിന് പുല്ല് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലോത്തിൻ്റെ ഗ്ലൗസൊക്കെ വാങ്ങിന് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്ലൗസ് അവിടെ ബാക്കി കണ്ട്, അപ്പോൾ അതെടുത്ത് ഒരു കയ്യിനിട്ട്, ഒരു കൈ വൃത്തിയാവുമല്ലോ, മറ്റേ കൈയല്ലേ വൃത്തിയേടാവുള്ളൂ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ ഏതാ ഒരു ബ്രഷ് ഇതിൻ്റെ മുമ്പ് ഒരാളോട് ചെയ്തു തരാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അവർ ആദ്യം നീ ആ കട്ടയമേലുള്ള പൂപ്പലൊക്കെ പോക്കണം, എന്നാലേ അത് തേക്കാൻ പറ്റൂ എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിന് ഇപ്പോൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യാമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞ ഒരു ബ്രഷ് വാങ്ങിക്കാൻ കിട്ടും, കമ്പിയൊക്കെ ആയിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ട്, അത് വാങ്ങിയിട്ട് ആ പൂപ്പലൊക്കെ അതുകൊണ്ട് പോക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഷ് വാങ്ങിയിട്ട് ഒരു പകുതി മുക്കാലോളം അല്ല അന്ന് കേട്ടോ എല്ലാ ഭാഗവും ചെയ്തിരുന്നു. പക്ഷെ അന്ന് എനിക്ക് കയ്യിന് വേദന ആയിട്ട് ഞാൻ പിന്നെ അത് മുഴുവനാക്കാതെ അങ്ങനെ ഇട്ടിട്ട് പോന്ന്. പിന്നെ അത് ഫുള്ള് തേപ്പിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അങ്ങനെ അതവിടെ നിർത്തി വെച്ച്. എനിക്ക് എവിടെയെങ്കിലും ഇച്ചിരി എന്തോ വേദന വന്നാൽ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്യില്ല. കാരണം നമുക്ക് നമ്മളെ ആരോഗ്യം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എണീറ്റ് നടക്കണേ ആരോഗ്യം വേണമല്ലോ. അതില്ലാതായിട്ടുണ്ടെങ്കിൽ ഒരാളും നോക്കാനൊന്നും ഉണ്ടാവില്ല എന്നുള്ള മനസ്സിലാക്കിയ സമയമൊക്കെ വന്നു പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നുണ്ട്. ജീവിക്കുമ്പോൾ നമ്മൾ എന്തായാലും നമ്മളെ ആരോഗ്യം നോക്കണം. ജീവിക്കാത്തപ്പം പിന്നെ അത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു ഇച്ചിരി വേദന വരികയാണെങ്കിൽ അത് മാറിയിട്ടേ പിന്നെ ഞാനത് അടുത്ത ജോലി ചെയ്യാറുള്ളൂ. അപ്പോൾ ഇതാ പാറപ്പൊടിയൊക്കെ മുകളിലേക്ക് എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. കുറച്ച് കട്ടയൊക്കെ ഫുള്ളും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ടെറസിൽ തന്നെ ഉണ്ടായിരുന്നു. ഒരു കട്ട മാത്രം ഞാൻ താഴോട്ടേക്ക് ഇറക്കി കൊണ്ട് വെച്ചിരുന്നു കേട്ടോ. പക്ഷെ അന്ന് അത് ഇറക്കി കൊണ്ട് വയ്ക്കുമ്പോൾ എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇനി. അപ്പോൾ ഈ ടെറസിൻ്റെ മുകളിൽ കട്ടയൊക്കെ നിരന്ന് കിടക്കുന്നുണ്ടോണ്ട് ഞാൻ ഇറക്കി കൊണ്ട് വെച്ചേന്. ഒന്നേ വെച്ചിട്ടുള്ളൂ. എന്തോ ഭാഗ്യത്തിന് ഫുള്ള് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഫുള്ള് ഇങ്ങോട്ട് തന്നെ കയറ്റേണ്ടിയും വരുമായിരുന്നു. അപ്പോൾ അത് ഒന്ന് തന്നെ ഇങ്ങോട്ട് ഇന്ന് രാവിലെ തിരിച്ച് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഉള്ള ബുദ്ധിമുട്ട്, സ്റ്റെപ്പൊക്കെ കയറി ഉള്ളിലൂടെ കൊണ്ടുവരണമല്ലോ, അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. ഇന്നലെ അത് ഫുള്ള് ചെയ്ത് കട്ടയും പാറപ്പൊടിയും വെള്ളവും ഒക്കെ മുകളിലേക്ക് കയറ്റിയിട്ട് കാലിൻ്റെ മസിലൊക്കെ വേദനയാണ്, കൈയും കാലൊക്കെ വേദനയാണ്. അപ്പോൾ ആ റെസ്റ്റിൽ ഇന്ന് രാവിലെ ഒരു കട്ടയും കൂടെ മുകളിലേക്ക് വേണമല്ലോ എന്ന് കരുതിയിട്ട് അതും കൂടെ എടുത്ത് കൊണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ പാറപ്പൊടി ഒരു എത്ര അളവും കാര്യങ്ങളൊക്കെ നമ്മുടെ മേസ്തിരിമാർക്കും സിമൻറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ അറിയുള്ളൂ കേട്ടോ. ഞാൻ അവർ ചെയ്യുന്ന കണ്ടിട്ട് കുറച്ച് എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ചെയ്യാണ്. ഇപ്പോൾ ഞാനൊരു 3-4 കപ്പ് പാറപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് 2 കപ്പ് 1.5 കപ്പ് ഇട്ടോ സിമൻറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെയാണോ എടുക്കലെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. എന്നിട്ട് പാറപ്പൊടീൻ്റെ ഉള്ളിലൊരു കുഴി ചെറുത്ത് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ സിമെൻ്റ് ഇട്ട്, എന്നിട്ട് അങ്ങനെ ചട്ടകം വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആക്കിയിട്ടോ. അപ്പോൾ കുറഞ്ഞ അളവിൽ മതി കേട്ടോ. ഞാൻ സിമെൻറ്റ് കുറേ എടുത്തു എന്നുള്ളത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ പോയി നോക്കുമ്പോഴാണ് സിമെൻറ്റിൻ്റെ കളർ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായി സിമെൻറ്റ് കുറേ അധികം ഉണ്ട്. അപ്പോൾ കുഴപ്പമില്ല, നമ്മൾ അത് കുറച്ചും കൂടി ഉറപ്പായി അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ആദ്യം അവിടെ സെറ്റാക്കി വെച്ചിരുന്ന ആ അടിഭാഗത്തുള്ള സിമൻറ്റിൻ്റെ അതൊക്കെ കുത്തിയൊക്കെ മാറ്റി അതിൻ്റെ ശേഷം നമ്മൾ കുഴച്ച സിമൻറ്റ് എടുത്തിട്ട് അങ്ങനെ കട്ട വയ്ക്കുന്ന ഭാഗത്തേക്ക് ആ ലെവലിൽ അങ്ങനെ വെച്ച് കൊടുത്തിട്ടോ. ആദ്യം തന്നെ ഞാൻ എത്ര കട്ട വേണം അവിടേക്ക് ഒക്കെ വെച്ച് നോക്കിയിരുന്നു കേട്ടോ, ഒക്കെ അളന്ന് നോക്കിയിരുന്നു. അതിൻ്റെ ശേഷം പിന്നെ അവിടെയുള്ള ആ പായൽ അതൊക്കെ ബ്രഷ് ഉപയോഗിച്ച് അതൊക്കെ നീക്കി, പിന്നെ അവിടെ ആദ്യത്തെ സിമൻറ്റിൻ്റെ അതൊക്കെ പൊട്ടിച്ച് കളഞ്ഞ് അതിൻ്റെ ശേഷമാണ് സക്സസ്. ഒന്ന് വെച്ചപ്പോൾ തന്നെ സക്സസ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് അഥവാ പണി പാളുകയാണെങ്കിൽ നിർത്താം, വീഡിയോ എടുക്കണ്ടെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ സംഭവം സക്സസ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തു കേട്ടോ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഈ വീഡിയോൻ്റെ ബാലൻസ് ഇനിയും അടുത്ത മറ്റേ സൈഡൊക്കെ ചെയ്തതൊക്കെ വരാനുണ്ട് കേട്ടോ. അതിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ, ഇതിൻ്റെ ബാക്കി. അപ്പോൾ ഞാനിതാ ഓരോ കട്ടായിട്ട് അങ്ങനെ പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത കട്ടേൻ്റെ ആ ഭാഗത്ത് സൈഡിലൊന്ന് തേച്ച് പിടിപ്പിക്കണം ആദ്യം തന്നെ.
അവിടെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. പിന്നെ ക്ഷമേൻ്റെ നെല്ലിപ്പലക എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ കട്ട അങ്ങോട്ട് നീക്കലും വെള്ളം എടുത്ത് കൊണ്ടുവരലും പാറപ്പൊടി എടുത്ത് കൊണ്ടുവരലും ഇതൊക്കെ കൂടെ ആയപ്പോൾ തന്നെ പുറമൊക്കെ വേദന തുടങ്ങിയിട്ടോ. പിന്നെ അത്യാവശ്യം നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വെയിലത്ത് പോയി നമ്മൾ കരിഞ്ഞ് പോസ്റ്റാവുന്ന ആ രൂപത്തിലുള്ള വെയിലിട്ടോ ഒരൊറ്റ ദിവസം തന്നെ. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ ചെയ്യുമ്പോൾ ഇവിടെ ഒരു മാവും കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് തണലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ആദ്യം ചെയ്യാം, ഇത് കഴിഞ്ഞിട്ട് വെയിൽ കുറച്ച് കുറയുമ്പോൾ അപ്പുറത്തെ സൈഡിലേയും പോയി ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഈ സൈഡ് ഞാനിതാ കട്ടയൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇത് പൈപ്പൊക്കെ കട്ട് ചെയ്തൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ ഇത് ഷൂട്ട് ചെയ്തതാണ് എല്ലാം തേച്ച് പിടിപ്പിച്ചതിൻ്റെ ശേഷം. അപ്പോൾ പോയി നോക്കുമ്പോൾ റൂമിൻ്റെ സൈഡിലേക്ക് വെള്ളം ചാടുന്നുണ്ട്. അപ്പോൾ അതെന്താ സംഭവം നോക്കി ഞാൻ വിചാരിച്ചു കട്ടേൻ്റെ അതിൽ നിന്ന് ലീക്കായിട്ടായിരിക്കും. പക്ഷെ അതല്ല, അവിടെ ഒരു ഹോള് പണിക്കാർ ടെറസ് വാർത്ത സമയത്ത് ഇട്ട് വെച്ചാൽ ഹോളുണ്ട്. അത് ആദ്യം അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അവിടെ അവർ പൈപ്പ് ഇട്ട് കൊടുക്കാത്തതുകൊണ്ട് ആ ഹോളിലൂടെ ഡയറക്റ്റ് സൺസൈഡുമിലേക്ക് വെള്ളം ചാടിയിട്ട് റൂമിലേക്ക് നനവ് വരിക ചെയ്യണേ. അപ്പോൾ അവിടെ ഇനി ഒരു ഓസ് കൊടുക്കണം. അതേപോലെ ഇതാ ഇവിടെ ഒരു ഹോൾ അവർ ഇട്ട് വെച്ചിട്ടാണ്, ആ ഒരു ഓസ് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഓസ് കൊടുക്കണം. പിന്നെ ഓസ് എന്ന് പറഞ്ഞാൽ പൈപ്പ്. പിന്നെ ഇവിടെ ഈ സൈഡും ഇന്നലെ ഫുള്ളാക്കിട്ടോ. ഈ സൈഡ് ഫുള്ളാക്കി, അപ്പുറത്തെ സൈഡ് ഫുള്ളാക്കി. ഇനി ഒരു സൈഡിലും കൂടെ ഫുള്ളാക്കാനുണ്ട്. അത് ഇന്നിപ്പോൾ വെയിലുണ്ടെങ്കിൽ ചെയ്യണം. അവിടെ ഒരു 2 കട്ടയും കൂടെ വെക്കാനേ ഉള്ളൂ. പിന്നെ സിമെൻറ്റും അത്യാവശ്യം തീരാനായി, ഒരു ഇച്ചിരോ സിമെൻറ്റും ഉള്ളൂ. അപ്പോൾ ഇവിടെ 2 കട്ടയും കൂടെ വെച്ചാൽ ഇത് ഫുള്ളാവും. അപ്പോൾ അവിടെ ഓസ് വെക്കാൻ പറ്റുമോ എന്നറിയില്ല, ചെറിയ ഹോളാണ് കാണുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നലെ ചെയ്ത വർക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ കാണും വരെ